നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ സ്പെയിൻ ഓസ്ട്രിയ മത്സരത്തിൽ അത്ഭുതകരമായി ഒന്നും സംഭവിച്ചില്ല. സ്പെയിൻ ഏകപക്ഷീയമായ 3 ഗോളിന് ഓസ്ട്രിയയെ തകർത്തു വിട്ടു. അത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുമാണ്. കളിക്ക് മുന്നേ തന്നെ സ്പെയിനാണ് മുൻതൂക്കമെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും അതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഓസ്ട്രിയയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്പെയിൻ ഗോളുകൾ അടിച്ചുകൂട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം കളിയുടെ ആദ്യ പകുതിയുടെ 36ാമത്തെ മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓസ്ട്രിയ ആ 36 മിനിറ്റും ചെറുത്തു നിന്നു. പക്ഷേ 36ാമത്തെ മിനിറ്റിൽ ഒയാസ്ബാൾ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. ഗംഭീര ആദ്യ ഗോളിലൂടെ സ്പെയിനിനെ 1-0 മുന്നിലെത്തിച്ചു. പിന്നീട് ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. 1-0 സ്പെയിൻ ആദ്യ പകുതി അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ പകുതിയുടെ 66ാമത്തെ മിനിറ്റിൽ പോറോ രണ്ടാമത്തെ ഗോളടിച്ചു സ്പെയിനിന് വേണ്ടി. പിന്നീട് 23 മിനിറ്റിന് ശേഷം 89ാമത്തെ മിനിറ്റിൽ ഒയാസ്ബാൾ വീണ്ടും ഗോളടിച്ചു. ഒയാസ്ബാൾ ഇരട്ട ഗോൾ നേടി. അങ്ങനെ ഒയാസ്ബാളിൻ്റെ രണ്ടാമത്തെ ഗോളിലൂടെ 3-0 സ്പെയിൻ മുന്നിലെത്തി. പിന്നീട് ഗോളൊന്നും അടിച്ചില്ല. അങ്ങനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സ്പെയിൻ ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഏകപക്ഷീയമായ മത്സരം തന്നെയായിരുന്നു ഇത്. സ്പെയിനിന് തന്നെയായിരുന്നു മേധാവിത്വം. അവരുടെ വമ്പൻ പദവിക്ക് കോട്ടം തട്ടാത്ത വിധമുള്ള ഗംഭീര കളി സ്പെയിൻ കളിച്ചു. ഓസ്ട്രിയ നിലം പരിശായി എന്ന് വേണം പറയാൻ. എന്തായാലും പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു സ്പെയിൻ. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഓസ്ട്രിയ പുറത്തു പോയിരിക്കുന്നു. അങ്ങനെ ലോകകപ്പിൽ ഒരു വമ്പൻ കൂടി പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു.